ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോ ഹോണ്ട ഗ്ലാമർ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 4 വർക്കാണ് പറഞ്ഞത്. ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യണം, ചെയിൻ ചെക്ക് ചെയ്യാം, പിന്നെ ഓയിൽ ചെക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കയറ്റി എൻ്റെ കാർബണും പോയേക്കണതാണ്. മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ശരിക്കും. എൻ്റെ കാർബൺ മാറ്റിയിട്ട് തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ആർമേച്ചറൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. നിലവിൽ കമ്പനി ഐറ്റം ഇപ്പോൾ നിലവിൽ ഗ്ലാമറിൻ്റെ പാർട്സ് ഷോർട്ടേജാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് കമ്പനിയായിട്ട് മാറ്റിയിടാറുന്നു. സെൽഫ് മോട്ടോർ മാറ്റി കളയുന്ന ഏറ്റവും സേഫ്. പക്ഷേ ഇത് ഐറ്റം നിലവിൽ കിട്ടാനില്ല. അപ്പോൾ ആർമേച്ചർ കംപ്ലയിൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഇതിൻ്റെ കാർബൺ മാത്രം മാറ്റി നമുക്ക് തൽക്കാലം സെറ്റ് ചെയ്യാം. സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു മോഡൽ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെൽഫ് മോട്ടോർ വർക്ക് ചെയ്തോളും, കാരണം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ പ്രോബ്ലം തോന്നണില്ല. അപ്പോൾ കാർബൺ മാത്രം മാറ്റി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ആവശ്യമായ സ്പീഡിൽ മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം പിന്നീട് പരമാവധി ഉപയോഗിക്കുക. കംപ്ലയിൻറ്റ് വന്ന സമയത്ത് അപ്പോഴത്തേക്കും കമ്പനിയായിട്ട് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ മാറ്റി പുതിയത് വയ്ക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. അപ്പോൾ ഇപ്പോൾ നിലവിൽ കാർബൺ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ബാറ്ററി നമ്മൾ നോക്കി, ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് ബാറ്ററി കൂടി കൂട്ടത്തിൽ കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി 2025 വെച്ചാണ് ബാറ്ററി. മാക്സിമം വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 10.37. നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രേക്ക് ലൈനർ ആയാലും ഇതുമ്പോൾ കിടക്കുന്നത് പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യാമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം നമുക്ക്. പിന്നെ ചെയിൻ പുതിയ ചെയിൻ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ആ ചെയിൻ ടൈറ്റ് ചെയ്ത് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകാം. പിന്നെ സെൽഫ് മോട്ടോർ റിപ്പയർ ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടുള്ളൂ.